ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 14. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാം. ആദ്യം വരയ്ക്കാനുള്ളത് ഒരു സമചതുരമാണ്. ഒരു സമചതുരം വരയ്ക്കാൻ വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം വരേണ്ടത്. കാരണം ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ വരകളുടെയും നീളം 3 സെന്റിമീറ്റർ ആയിരിക്കണമെന്ന്. സമചതുരം വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും മട്ടമാണ് വരേണ്ടത്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വര കിട്ടാൻ നമുക്ക് സെറ്റ് സ്ക്വയറിന്റെ ഇതേപോലെയുള്ള ഈ കുത്തനെയുള്ള ഭാഗം വെച്ചിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത്. ഇതേപോലെ തന്നെ ആ ലൈനിന്റെ മറുവശത്തും ഒരു മട്ടം വരയ്ക്കുക. സെറ്റ് സ്ക്വയറിൽ തന്നെ അളവുള്ളത് കൊണ്ട് 3 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അല്ലാതെ ഒരു ലൈൻ വരച്ച് വീണ്ടും സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ബാക്കി വരുന്ന ഭാഗം ഇറേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് ലൈനിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുകൾ ഭാഗത്ത് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പോലെ നീല കളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം റെഡി. അടുത്ത ചിത്രം എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. 3 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. എങ്കിലും ഈ ഒരു ചിത്രം വരയ്ക്കാൻ 3 സെന്റിമീറ്റർ കൂടുതൽ വരയ്ക്കേണ്ടി വരും. എന്നിട്ട് 3 സെന്റിമീറ്ററിൽ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ഇവിടെ നമ്മൾ ഏറ്റവും വലിയ സെറ്റ് സ്ക്വയറിന്റെ ചെറിയ കോണുള്ള ഭാഗമാണ് എടുക്കേണ്ടത്. കാരണം നല്ല ചെരിവുള്ള ഒരു ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. പിന്നെ സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. താഴത്തെ ലൈനുമായിട്ട് ചേർന്ന് നിൽക്കണം. 3 സെന്റിമീറ്ററിൽ കൂടുതലുള്ള ലൈനാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. 3 സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അടുത്തായി സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. വേണമെങ്കിൽ ആ ലൈൻ ഒന്നുകൂടെ നമുക്ക് ഡാർക്ക് ആക്കുകയും ചെയ്യാം. രണ്ട് ലൈനുകളിലും 3 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തിയതിനു ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. അനാവശ്യ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം. പിന്നീട് ടെസ്റ്റിലുള്ളതുപോലെ കളർ നൽകാം. ചിത്രം വരച്ചു കഴിഞ്ഞ് വരക്കുന്നത് ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നോട്ട് ബുക്കിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. സെയിം ചിത്രമാണ് വരയ്ക്കേണ്ടത്. പക്ഷേ അതിന്റെ ചെരിവിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. 3 സെന്റിമീറ്റർ കൂടുതൽ നീളത്തിൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇത്തവണ മറ്റൊരു സെറ്റ് സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ സൈഡും ഒരേ നീളമുള്ള സെറ്റ് സ്ക്വയർ. അതിനുശേഷം നമുക്കൊരു ലൈൻ വരയ്ക്കാം. താഴത്തെ ലൈനുമായി നല്ല രീതിയിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് സ്ക്വയർ വയ്ക്കാൻ. പിന്നീട് അടുത്ത സൈഡിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ രണ്ട് ലൈനുകളെയും കൂട്ടി യോജിച്ചുകൊണ്ട് മുകളിലും വരയ്ക്കാം. വരച്ചു കഴിഞ്ഞില്ലേ? ഇനി യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിലുള്ളതുപോലെയുള്ള പിക്ചറായി. അടുത്ത പിക്ചറും ഏതാണ്ട് സെയിം തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് സ്ക്വയറിനനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 തവണ ചെയ്തതുപോലെ തന്നെയാണ്. 3 സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. എങ്കിലും കുറച്ച് ലെങ്ത് കൂടിയിട്ടാണ് വരയ്ക്കുന്നത്. ഏത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, അതിന്റെ സെറ്റ് സ്ക്വയറിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. രണ്ട് സൈഡിലും ഇതേപോലെ വരയ്ക്കാം. എന്നിട്ട് 3 സെന്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് വേണ്ടത്. രണ്ട് ഭാഗത്തും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ കഴിയുന്ന പിക്ചറാണ് എല്ലാം. നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുന്നതിന് മുമ്പേ റഫ് ബുക്കിൽ ഒന്ന് വരച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ഇനി മുകളിലത്തെ ഭാഗം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കളർ കൊടുത്താൽ നമ്മുടെ പിക്ചർ റെഡിയാണ്. അനാവശ്യമായ ഭാഗങ്ങൾ മായ്ച്ചു കളയാനും മറക്കണ്ട. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സമഭുജ ത്രികോണമാണ്. അതായത് അതിന്റെ എല്ലാ വശങ്ങളുടെയും നീളം 3 സെന്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത്. ഇതിന് എക്സ്ട്രാ നീളം കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏത് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ അതിന്റെ അളവ് നോക്കേണ്ടതില്ല. ലൈനിന്റെ മറുവശത്ത് ഒരു ലൈൻ വരയ്ക്കാം. ഇതേപോലെയാണ് സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. എല്ലാ വശങ്ങളും 3 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. വേണമെങ്കിൽ നമുക്കൊന്ന് സ്കെയിൽ വെച്ച് അളന്ന് നോക്കാം എത്ര സെന്റിമീറ്റർ ആണ് വരുന്നതെന്ന്. തീർച്ചയായും 3 സെന്റിമീറ്റർ കിട്ടും. കുട്ടികൾ വരച്ചു നോക്കുക. സമഭുജ ത്രികോണം വരച്ചു കഴിഞ്ഞു. അടുത്ത ചിത്രം വരക്കുമ്പോൾ ചില ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. താഴത്തെ ലൈൻ 5 സെന്റിമീറ്റർ, സൈഡിലുള്ളത് 3, മുകളിലേക്ക് വരുന്നത് 2 സെന്റിമീറ്റർ. ഇതിന് അനുസരിച്ചാണ് വരയ്ക്കേണ്ടത്. 5 സെന്റിമീറ്ററുള്ള ലൈനാണ് ആദ്യം വരയ്ക്കേണ്ടത്. അത് ലെങ്ത് കുറച്ച് കൂട്ടിയിട്ട് വരയ്ക്കുക. എന്നിട്ട് 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത് 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ്. അത് നേരെ കുത്തനെയാണ് വരുന്നത്. അതിന് മട്ടം എന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് 3 സെന്റിമീറ്റർ നീളത്തിൽ തന്നെ നമുക്ക് അളന്ന് വരയ്ക്കാൻ കഴിയും. വലതുഭാഗത്തും ഇതേപോലെ 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. മുകളിലത്തെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കാം. അടുത്തതായി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മുകളിലത്തെ സൈഡ് വരയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ വരക്കുന്നത് താഴെയുള്ള സൈഡാണ്. മുകളിലത്തെ സൈഡ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എക്സാക്ട്ലി 5 സെന്റിമീറ്റർ ആണ് വരച്ചത്. അതൊന്നുകൂടെ ലെങ്ത് ആക്കിയിട്ട് വരയ്ക്കാം. എങ്കിൽ മാത്രമേ സെറ്റ് സ്ക്വയർ വെക്കാനുള്ള കറക്റ്റ് ലൈൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ സൈഡ് ലൈൻ കൂടെ നമുക്ക് വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി സൈഡ് ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും 2 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക. മുകളിൽ 2 ഭാഗത്തും 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി താഴ്ഭാഗത്ത് കൂടെ 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ എല്ലാ ലൈനുകളെയും നമുക്ക് യോജിപ്പിക്കാം.
ടെസ്റ്റിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലെ ഒരു ചിത്രം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അളവുകൾ ഒന്നും തന്നെ തന്നിട്ടില്ല. ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയാണ് ലൈനിൽ. ഫസ്റ്റിൽ നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. 4 സെന്റിമീറ്റർ ആണ് അതിന്റെ വശങ്ങൾ വരുന്നത്. അടുത്തതായി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് രണ്ട് സൈഡിലും മട്ടം വരയ്ക്കണം. സമചതുരമാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 4 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക. താഴെ ഓൾറെഡി 4 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തുകൂടെ വരച്ചു കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സമചതുരം നമുക്ക് കിട്ടും. മുൻപ് ചെയ്തതുപോലെ തന്നെ 3 ഭാഗങ്ങളിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അതിന്റെ ഏറ്റവും ചെറിയ കോൺ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. 3 സ്ഥലങ്ങളിലും വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഓർമ്മയിരിക്കട്ടെ, വശങ്ങൾ 4 സെന്റിമീറ്റർ ആണ്. അടുത്തതായി ശ്രദ്ധിക്കുക, വശങ്ങളിലേക്ക് വരുന്ന ലെങ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 3 സെന്റിമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് 3 ലൈനുകളിൽ 3 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക. ഇനി കളർ കൊടുക്കാം. ടെസ്റ്റിലുള്ള അതേ കളർ തന്നെ കിട്ടണമെന്നില്ല. എനിക്ക് എൻ്റെ കൈവശമുള്ള കളർ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിലെ എല്ലാ ചിത്രങ്ങളും വരച്ചു കഴിഞ്ഞു. മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും വരാം. ബൈ.